ദ്വാരകയിൽ നിന്നും പുറപ്പെട്ട നാണി ദ്വാരകയുടെ പറമ്പിലൂടെ ഒരു റാന്തൽ വിളക്കുമായി നടക്കാൻ തുടങ്ങി. അവരുടെ തോളിൽ ഒരു സഞ്ചിയും ഉണ്ടായിരുന്നു. പുലർച്ചെ ഒരു 4 മണി ആകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. രാത്രിയുടെ നിറം ഒട്ടും മങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ചെറുതായി വീശുന്ന കാറ്റിൽ അല്പം തണുപ്പും കൂടി ഉണ്ടായതുകൊണ്ട് നാണി തന്റെ സാരിത്തുമ്പ് കൊണ്ട് പുതച്ചു. അതിവേഗം കാറ്റിന്റെ സ്വഭാവം മാറിയത് നാണിയെ പരിഭ്രാന്തിയിലെത്തിച്ചു. എന്തേ കാറ്റിന്റെ ശക്തി വർദ്ധിച്ചു എന്ന് ചിന്തിച്ചു നിൽക്കുമ്പോഴാണ് തന്റെ പിന്നിൽ ആരോ ഉണ്ടെന്ന് അവർക്ക് തോന്നിയത്. പേടിയോടെ അവർ തിരിഞ്ഞു നോക്കി. പക്ഷേ നാണിക്ക് ഒന്നും കാണാൻ സാധിച്ചില്ല. എങ്കിലും നാണി തന്റെ കയ്യിലുണ്ടായിരുന്ന റാന്തൽ വിളക്ക് പൊക്കിപ്പിടിച്ചുകൊണ്ട് അവിടെ തിരിഞ്ഞു. ആരെയും കാണാൻ കഴിയാതെ വന്നതും തന്റെ മനസ്സിന്റെ തോന്നലാകുമെന്ന് കരുതി അവർ വീണ്ടും നടക്കാൻ തുടങ്ങി. കുറച്ചു ദൂരം കഴിഞ്ഞതും മറ്റാരുടെയോ കാൽപെരുമാറ്റം അവരുടെ അടുത്തായി കേൾക്കുന്നത് പോലെ നാണിക്ക് തോന്നി. നാണി പെട്ടെന്ന് തന്നെ അവിടെ തറഞ്ഞു നിന്നു. അവർ വെപ്രാളത്തോടെ ചുറ്റും നോക്കി. പക്ഷേ ആരെയും കണ്ടില്ല. സാഹചര്യം അത്ര പന്തിയല്ല എന്ന് കരുതിയ നാണി വേഗം നടക്കാൻ തുടങ്ങി. പക്ഷേ ചിലങ്കയുടെ നാദം കേട്ടതും നാണി ഭയത്തോടെ വീണ്ടും നിന്നു. അവരുടെ തൊട്ടു പുറകിലായി മറ്റാരുടെയോ സാന്നിധ്യം നാണി തിരിച്ചറിഞ്ഞു. നെറ്റിയിലൂടെ ഒഴുകുന്ന വിയർപ്പ് തുള്ളികൾ പതിയെ അവരുടെ തൊണ്ടക്കുഴിയിൽ വന്ന് പതിച്ചു. അതോടൊപ്പം അവർ തന്റെ ഉമിനീറിറക്കാൻ പ്രയാസപ്പെട്ടു. വിറയ്ക്കുന്ന കൈകളോടെ നാണി റാന്തൽ വിളക്കുമായി പതിയെ തിരിഞ്ഞു നോക്കി. പക്ഷേ അവർ പ്രതീക്ഷിച്ചതുപോലെ അവിടെ ആരും തന്നെയില്ല. ശൂന്യം. ഭയപ്പെട്ടതുപോലെ ഒന്നും സംഭവിച്ചില്ലെന്ന ആശ്വാസത്തിൽ അവർ തിരിഞ്ഞു. തൽക്ഷണം നാണി ഒരു അലർച്ചയോടെ ഭയന്നു നിന്നു. അവരുടെ തൊട്ടു മുന്നിലായി അവൾ നിൽക്കുന്നു. വേദാൻഷി. കാറ്റിന്റെ തീഷ്ണതയിൽ അവളുടെ മുഖം മുടിയിഴകൾ ചെറുതായി മറയ്ക്കാൻ ശ്രമിച്ചു. അവയുടെ ഇടയിലൂടെ തിളങ്ങുന്ന 2 ചുവന്ന കണ്ണുകൾ നാണിയിൽ മാത്രം പതിച്ചു. രക്തം വാർന്നൊലിക്കുന്ന ചുണ്ടുകൾ മെല്ലെ തുറന്നതും അവയുടെ ഇടയിൽ നിന്നും നീളത്തിൽ മുളച്ചിറങ്ങുന്ന 2 പല്ലുകൾ നാണിയുടെ രക്തം കുടിക്കുവാൻ വിതുമ്പി നിൽക്കുന്നു. നാണി, നാണി. അവളിൽ നിന്നും കേട്ട ശബ്ദത്തിൽ നാണിയുടെ ഹൃദയം നിശ്ചലമായി. എന്ത് ചെയ്യണമെന്നറിയാതെ നാണിയുടെ ശരീരം വിറച്ചുപോയി.